നമ്മുടെ സൊസൈറ്റിയിൽ കുറേ സെക്സിനെ കുറിച്ചുള്ള മിത്തുകളുണ്ടല്ലോ. ഇത് പറയാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ ടൈമിൽ പറ്റില്ല, ഇത്തരം ആളുകളോട് സംസാരിക്കാൻ, ഇങ്ങനത്തെ കുറെ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഒരു സോ കോൾഡ് സമയവും വെളിവൊന്നും ഇല്ലേ. നമ്മുടെ എന്റെ കമന്റ്സിലൊക്കെ നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് ഇത്. സമയവും നേരം ഇനിയെങ്കിലും യെസ് യെസ് അതായത് ഇനിയെങ്കിലും കുറച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, എനിക്ക് പലപ്പോഴും കപ്പിൾ സെഷനൊക്കെ വരുമ്പോൾ തോന്നിയിട്ടുണ്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ചിലർ നമ്മുടെ അടുത്ത് ക്ലൈൻറ്റ് വരുമ്പോൾ പറയാറുണ്ട്, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ളത്. അത് കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷവും 15 വർഷവും കഴിഞ്ഞുള്ള ആളുകളാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർ സെക്സ് എന്ന് പറയുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നവരോട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ സെക്സിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ പാർട്ട്ണറെയാണ് അറിയേണ്ടത്. ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ബോഡി സ്ത്രീക്ക് എറോജനസ് ആണ്. സ്ത്രീക്ക് എന്താ പറയാ, നിങ്ങൾ 100 സ്ത്രീകൾ എടുത്തു നോക്കിയാലും 100 രീതിയായിരിക്കും 100 സ്ത്രീകൾക്ക്. മേ ബി ചില സമയത്ത് സെൻസിറ്റീവ് കഴുത്താണെങ്കിൽ ചിലർക്ക് ബ്രസ്റ്റ് നിപ്പിളായിരിക്കാം, ചിലർക്ക് ക്ലിറ്റോറിസ് സ്റ്റിമുലേഷൻ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ചിലർക്ക് വെറുതെ കൈ പിടിച്ചിരുന്നാൽ മതി. ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. ലവ് ലാംഗ്വേജ് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 ക്വാളിറ്റി ഓഫ് ടൈം, 2 ഗിഫ്റ്റ് ചെയ്യുക, 3 അപ്രിസിയേഷൻ, 4 ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന്, എനിക്ക് എന്നെ ഗിഫ്റ്റ് ചെയ്താലേ സന്തോഷമുള്ള ഭാര്യയാണെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് തന്നാലേ എന്തെങ്കിലും വർക്ക് ആവുള്ളൂ. ഇനിയിപ്പോൾ വേണ്ട, എന്നോട് പറയാണ് ഷെഫീന നീ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കതേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ലവ് ലാംഗ്വേജ് ഉണ്ടാവും. ആ ലവ് ലാംഗ്വേജ് നമ്മൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ പഠിക്കുക. എന്താണ് പറ്റാത്തത്, എന്താണ് പറ്റുന്നത്, ഏത് പാർട്ടിൽ തൊട്ടാലാണ് അവർക്ക് ഫീലിംഗ് വരുന്നത്, എന്ത് ചെയ്താലാണ് അവർ ഹാപ്പി ആവുന്നത്, എന്ത് ചെയ്താലാണ് അവർക്കൊരു മോർണിംഗ് വരുന്നത്. ഈ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളി. ഇത് നമ്മൾ പഠിക്കുന്നത് അത്രയും ബ്ലൂ ഫിലിമിലൂടെ അല്ലെങ്കിൽ പോൺ സൈറ്റിലൂടെയൊക്കെ ആണല്ലോ. അതിൽ കണ്ടിട്ടാണല്ലോ നമ്മൾ വരിക. അല്ലെങ്കിൽ 1 മണിക്കൂർ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യന്മാരല്ലേ. പിന്നെ ചിലവർ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ബന്ധപ്പെടുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതിനൊന്നും നമ്മൾക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല.